കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഈ ആഴ്ചത്തെ പ്രത്യേകതയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ആഴ്ചത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഹോശന ഞായറാഴ്ചയാണ്. ഇന്ന് മുതൽ അങ്ങോട്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ പീഠാനുഭവ വാരമായും പെസഹ വ്യാഴമായും ദുഃഖവെള്ളിയായും ഉയർപ്പ് ഞായറായും ഒക്കെ ആചരിക്കുന്ന ഒരു ഹോളി വീക്കാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പള്ളികളിലും സ്പെഷ്യൽ കുർബാനകളുണ്ടാവും, ധ്യാനങ്ങളുണ്ടാകും, സ്പെഷ്യൽ മീറ്റിംഗ്സ് ഉണ്ടാകും. അത് ഏത് വിഭാഗമാണെങ്കിലും എല്ലാ ചർച്ചിലുകളുമുണ്ട്. പെന്തക്കോസ്റ്റ് വിഭാഗത്തിലുമുണ്ട്, ട്രഡീഷണൽ ചർച്ചുകളിലുമുണ്ട്, ന്യൂജൻ ചർച്ചുകളിലുമൊക്കെ ഈ ആഴ്ച വൻപിച്ച തിരക്കുള്ള ഒരു സമയമാണ്. അപ്പോൾ അതുമായിട്ട് അനുബന്ധമായ ചില കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി ഇന്ന് അതിനെക്കുറിച്ച് 1-2 വീഡിയോ എടുത്തു, ഞാൻ അതിടും. പക്ഷേ നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് പറയുന്ന കാര്യം കൂടെ ഒന്ന് വീഡിയോ എടുക്കണമെന്നും നിങ്ങളോടത്ത് ആ കാര്യങ്ങൾ പറയണമെന്നും കൂടെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ 2 കാര്യങ്ങൾ, പഴയ നിയമത്തിനകത്തുള്ള 2 കാര്യങ്ങൾ ഞാൻ ആദ്യം ഹൈലൈറ്റ് ചെയ്തിട്ട് ഞാൻ പുതിയ നിയമത്തിനകത്തുള്ള 2 പോർഷൻസ് എനിക്കൊന്ന് വായിക്കണം. അപ്പോൾ ആദ്യത്തെ എൻ്റെ പഴയ നിയമത്തിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കെല്ലാം കാണാതെ അറിയാമെന്നുള്ള ഒരു വാക്യമാണ്, പാപത്തിൻ്റെ ശമ്പളം മരണം. പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പോൾ ആദ്യമായിട്ട് ദൈവം പറഞ്ഞു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആദാമിനോടും ഹവ്വയോടും പറയുന്നു, നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. ഞാൻ പറയുന്ന കാര്യം കുറച്ച് കീനായിട്ടിരുന്നാലേ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. പാരമ്പര്യമായി നമ്മൾ കേട്ടുവരുന്ന ചില കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗ്രഹിക്കാനും പറ്റില്ല, മനസ്സിലാകത്തുമില്ല. അതുകൊണ്ട് അല്പം കീനായിട്ട് നിങ്ങൾ ഇരിക്കുക. ദൈവം ആദ്യം പറഞ്ഞു എന്ന് പറയുന്നത് എങ്ങനെയാണ്? നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. അടുത്ത് പറയുന്നത് എന്താ? തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ക്രൂശീകരണത്തെക്കുറിച്ചും ക്രൂശുമരണത്തെക്കുറിച്ചും കഷ്ടാനുഭവത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട്. കാരണം റൂട്ട് കിടക്കുന്നത് ഇവിടെയാണ്. സോ ഈ റൂട്ടിനകത്ത് നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചില്ല എങ്കിൽ എൻ്റെ കാര്യങ്ങൾ പാഴായി പോകും, അല്ലെങ്കിൽ വെയിനായി പോകും. ഒന്നുകൂടെ ഞാനത് പറയാം, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നല്ല രീതിയിൽ ആ ചിന്തയിൽ കൊണ്ടുവരിക. നന്മ തിന്മ, നന്മയുടെയും തിന്മയുടെയും അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. അത് നീ തിന്നു കഴിഞ്ഞാൽ നീ മരിക്കും. അപ്പോൾ എങ്ങനെ മരണം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം മരണം വെച്ചിട്ടുണ്ടായില്ല. മരണം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മരണം വരാനായിട്ടുള്ള റൂട്ട് കോസ്, അതിൻ്റെ ശരിക്കുമുള്ള സോഴ്സ് എന്ന് പറയുന്നത് നന്മയുടെയും തിന്മയുടെയും അറിവിൻ്റെ വൃക്ഷഫലം അകത്ത് കയറിയാൽ, നന്മയും തിന്മയും കുറിച്ചിട്ടുള്ള ആ അറിവ് അകത്ത് കയറിയാൽ നീ മരിക്കും. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കട്ടെ, നിങ്ങളുടെ ചിന്ത ഡീവിയേറ്റ് ചെയ്ത് പോകരുത്. മരണത്തിൻ്റെ സോഴ്സ്, മരണത്തിൻ്റെ കാരണം എന്താ? നീ നന്മയും തിന്മയും അറിയരുത്. നന്മയും തിന്മയും നീ അറിഞ്ഞാൽ, ആ അറിവ് നിനക്കുണ്ടായാൽ നീ മരിക്കും. അപ്പോൾ ആദമും ഹവ്വയും നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് കഴിച്ചു എന്നാണ് ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നത്. പക്ഷെ അവർ മരിച്ചോ? ഇവിടെയാണ് ഏറ്റവും പ്രധാനമായ ക്വസ്റ്റ്യൻ. നന്മയുടെയും തിന്മയുടെയും അറിവിൻ്റെ വൃക്ഷം കഴിച്ചാൽ നീ മരിക്കുമെന്ന് പറഞ്ഞത് ദൈവമാണെങ്കിൽ, അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് നന്മയുടെയും തിന്മയുടെയും അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ആദം കഴിച്ചു എന്ന് ബൈബിൾ പറയുന്നു, പക്ഷെ മരിച്ചോ എന്നുള്ളതാ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ മനസ്സിലൊന്ന് കുറിച്ചിടും. മരിച്ചെന്നുണ്ടെങ്കിൽ മരിച്ചു എന്ന്, മരിച്ചില്ല എങ്കിൽ മരിച്ചില്ല എന്ന്. എന്താണോ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളുടെ മനസ്സിനകത്തൊരിടത്തൊന്ന് എഴുതിയിട്ടാവും. അത് ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ എഴുതിയിട്ടാൽ മതി. ആദം ഹവ്വയും മരിച്ചു, അല്ലെങ്കിൽ ആദം ഹവ്വയും മരിച്ചില്ല. അത് നിങ്ങളുടെ മനസ്സിനകത്ത് ആൻസർ കിടക്കട്ടെ. അവിടെ നിന്നാണ് എൻ്റെ ചിന്ത തുടങ്ങുന്നത്. ഇനി നമ്മൾ പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ പരിചയപ്പെടുത്തുന്നത് തന്നെ
ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ളത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിനകത്ത് അത് ലൈവിലുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, പാപങ്ങളെ വഹിക്കാനായി വന്നവൻ, പാപങ്ങൾക്ക് വേണ്ടി പാപപരിഹാരമായി വന്നവൻ എന്നൊക്കെയാണ് ജീസസിനെ കുറിച്ച് ലേബൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മതം ഇത്രയും നാളായിട്ട് നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുവിൻ്റെ മരണത്താൽ, യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ സകല പാപങ്ങളെയും യേശു വഹിച്ചു, ഇനി പാപമില്ല. കുരിശിൽ പാപങ്ങളുടെ പരിഹാരമായി അവൻ ബലിയായി മരണപ്പെട്ടു, അവൻ അടക്കപ്പെട്ടു, ഉയർത്തപ്പെട്ടു. സോ ഈ കാര്യങ്ങളാണ് പുതിയ നിയമത്തിലൂടെ ക്രിസ്ത്യൻ മതം പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് മതം പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസം പറയുന്നത്, പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും കൂടെ ചേർന്ന് യേശുവിനെ പടയാളികളുടെ സാന്നിധ്യത്തോടുകൂടെ, അവരുടെ സഹായത്തോടുകൂടെ ഒരു കുരിശിൽ തറച്ചു എന്നാണ്. അങ്ങനെയാണ് ഇത്രയും വർഷം നമ്മൾ ചിന്തിച്ചതും പഠിച്ചതും ഒക്കെ. അപ്പോൾ യേശുവിന് അങ്ങനെ ഒരു കുരിശെടുത്ത് തോളിൽ വെച്ച് കൊടുത്തു. ആ കുരിശും കൊണ്ട് ജീസസ് ക്രൈസ്റ്റ് ഒത്തിരി ദൂരം നടന്നു. ആ കുരിശ് അവസാനം ആ ഗോൽഗോഥ എന്ന് പറയുന്ന ആ മലയിലെത്തിയപ്പോൾ ആ കുരിശ് നിലത്തിട്ടിട്ട് ജീസസ് ക്രൈസ്റ്റിനെ ആ കുരിശിനകത്തേക്ക് കിടത്തി കയ്യിലും കാലിലും ഒക്കെ ആണിയടിച്ചു, അല്ലേ? എന്നിട്ട് ആ കുരിശിനെ നിവർത്തി ആ കുരിശിൽ യേശു കർത്താവ് ഇങ്ങനെ കിടക്കുന്നൊരു ചിത്രമാണ് നമ്മൾ ഫോട്ടോകളിലും സിനിമകളിലും ഒക്കെ കണ്ടിരിക്കുന്നത്. സോ ബാക്കിലൊരു കുരിശും ആ കുരിശിൻ്റെ മുമ്പിൽ ജീസസ് ക്രൈസ്റ്റിനെ 3 ആണിമേൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നൊരു ചിത്രം. അത് കഴിഞ്ഞ് ജീസസ് മരണത്തിലേക്ക് പോകും. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം യേശു കർത്താവ് ഉയർക്കുന്നു. സോ അക്ഷരാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഈ സംഭവത്തെ ക്രിസ്ത്യൻ വിശ്വാസം പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ അനുസ്മരണമാണ് പീഠാനുഭവ വാരമായി ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ. നമുക്കറിയാം, ദുഃഖവെള്ളിയാഴ്ച പല ചർച്ചിലും, എസ്പെഷ്യലി റോമൻ കാത്തലിക്കിൻ്റെ വകഭേദങ്ങളിലുള്ള ചർച്ചുകളിലെല്ലാം കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞിട്ട് കുരിശുമെടുത്ത് റോഡിലൂടെ യേശു കർത്താവിൻ്റെ ആ കുരിശ് മരണത്തെ അനുബന്ധമാക്കി അനുസ്മരണ യോഗങ്ങൾ നടത്താറുണ്ട്. ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇപ്രകാരം എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടായ്മയിൽ എൻ്റെയോടൊപ്പമായിരിക്കുന്ന കുറച്ച് പേര് യേശുവിൻ്റെ കുരിശുമരണത്തെയും യേശുവിൻ്റെ അടക്കത്തെയും യേശുവിൻ്റെ ഉയർപ്പിനെയും ആശ്ചര്യമായി സംഭവിച്ച ഒരു ഈവൻ്റായി, ഒരു സംഭവമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിൻ്റെ ഉത്തരവും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എഴുതുക. യെസ്, യേശു ഒരു മരത്തിൻ്റെ കുരിശിനകത്ത് ഈ പറയുന്നത് പോലെ അക്ഷരാർത്ഥത്തിൽ യേശു എന്ന് പറയുന്ന വ്യക്തിയെ ആ കുരിശിൽ തറച്ചു, അവർ കൊന്നു, അടക്കി. 3-ാം ദിവസം ആ മരണത്തിൽ നിന്ന് ജീസസ് ക്രൈസ്റ്റ് എഴിച്ചു വന്നു എന്ന് പറയുന്നത് 2000 വർഷം സംഭവിച്ച ഒരു സത്യമായ കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അതങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിനകത്ത് യെസ് ഓർ നോ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ വന്നു. 2 ക്വസ്റ്റ്യന് നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്നെനിക്കറിയാം. അത് എന്തോ ആയിക്കോട്ടെ, എനിക്ക് ആ ആൻസർ വിഷയമല്ല. ഇനി ഞാൻ അടുത്തൊരു കാര്യത്തിലേക്ക് വരികയാണ്. ആ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ സഹായിക്കണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. ക്രിസ്തുവിനോട് കൂടി ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാകുന്നു. ഇപ്പോഴത്തെ എൻ്റെ ജീവിതമാകട്ടെ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകുകയും ചെയ്ത ദൈവപുത്രനുള്ള വിശ്വാസമാകുന്നു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനിപ്പോൾ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു മറ്റൊരു വാക്യം കൂടെ പുതിയ നിയമത്തിനകത്തുണ്ട്. നിങ്ങൾക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് റെഫറൻസ് പറയുന്നത്, ഞാനത് പറയാം. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ശരീരത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വാക്യമുണ്ട്. അപ്പോൾ അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ, 3-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യം ഞാൻ ആദമിൻ്റെ കാര്യം പറഞ്ഞു, 2-ാമത് ഞാൻ ജീസസ് ക്രൈസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ കാര്യത്തെക്കുറിച്ചാണ്, നിങ്ങളുടെ ഓരോരുത്തരും കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ബൈബിളിലുള്ള ഈ വാക്യത്തെ നിങ്ങൾ
പല ആവർത്തി വായിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പള്ളിയിൽ പോയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ പല ആവർത്തി ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇതിനെ അനുബന്ധമാക്കി ഒത്തിരി പ്രസംഗങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ആ വാക്യം ഇങ്ങനെയാണ്: ഏതാ? ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. മറ്റൊരു വാക്യം എങ്ങനെയാണ്? എൻ്റെ ജഡശരീരത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: അക്ഷരാർത്ഥത്തിൽ ഒരു കുരിശും, ഒരു മരക്കുരിശും, ആ മരക്കുരിശിൽ നിങ്ങളുടെ ശരീരവും തൂങ്ങിക്കിടക്കുന്നുണ്ടോ? നിങ്ങൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരത്തെ തൂക്കിയിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറയുന്നതൊന്നും എൻ്റെ സ്വന്തം കയ്യിലുള്ള കാര്യമല്ല, ബൈബിളിനകത്തുള്ള വാക്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ ബൈബിൾ വാക്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ടെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രാധാന്യം വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ക്രൂശിൽ തറച്ചിരിക്കുന്നു, ക്രിസ്തയേശുവിനോടൊപ്പം നിങ്ങളുടെ ശരീരത്തെയും നിങ്ങൾ ക്രൂശിൽ തറച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? രാഗമോഹങ്ങളോടുകൂടെ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ജഡശരീരത്തെ ക്രൂശിൽ തറച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് വെറും ഒരു വിശ്വാസമാണോ, അതോ അതൊരു പ്രവൃത്തിയാണോ? നിങ്ങളോടത്ത് ഇപ്പം ഞാൻ 1-2 പേരോട് ചോദിക്കട്ടെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പറയാമോ? ഷാൻഡി എന്ത് പറയുന്നു? ഷാൻഡിയുടെ ശരീരം അക്ഷരാർത്ഥത്തിൽ മരക്കുരിശിനകത്ത് തൂക്കിയിട്ടേക്കുവാണോ? അല്ല. അപ്പോൾ ആ വാക്യത്തിൻ്റെ അർത്ഥം ഷാൻഡി എങ്ങനെയാണ് ഗ്രഹിക്കുന്നത്? ശരിക്കും അതൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യമാണോ, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്? അക്ഷരാർത്ഥത്തിൽ ഒരു കുരിശെടുത്ത് വെച്ച് അതിനകത്ത് എൻ്റെ ശരീരത്തെ തറച്ചിടുന്നതിനെ കുറിച്ചാണോ ബൈബിൾ പറയുന്നത്, അതോ അത് സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു വാക്യമാണ്? ഓക്കെ, അപ്പോൾ ഷാൻഡിയുടെ ഒപ്പീനിയൻ വന്നു. ഓക്കെ, വെരി ഗുഡ്. അടുത്ത് ജെസ്സി സിസ്റ്ററിനോ, സുജിത് സിസ്റ്ററിനോ, സുജിത് ബ്രദറിനോ ഒന്ന് പ്രതികരിക്കാവോ? ഈ പറഞ്ഞ വാക്യം അക്ഷരാർത്ഥത്തിൽ സംഭവിക്കേണ്ടതാണോ, പ്രതീകാത്മകമാണോ? വെരി ഗുഡ്. അത് സിംബോളിക് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിലാണെങ്കിൽ ഞാൻ മരത്തിപ്പോയി എന്നെ തന്നെ ഒന്നാമത് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. വേറെ ആരെങ്കിലും വന്ന് എന്നെ ക്രൂശിച്ചാലേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പം സിംബോളിക് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മെ ക്രൂശിക്കുക, ക്രിസ്തുവിനോടൊപ്പം നമ്മെ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ അത് സിംബോളിക് ആണെന്നുള്ളത് സുജിത് ബ്രദറിനെ സംബന്ധിച്ചു, ഷാൻഡി സിസ്റ്ററിനെ സംബന്ധിച്ചു. ആരെങ്കിലും ഒരാൾ കൂടെ പറഞ്ഞേ, ദേവ സിസ്റ്ററോ, സുജാമ്മയോ, ജെസ്സി സിസ്റ്ററോ, സ്റ്റീവൻ അങ്കിളോ, ആരെങ്കിലും ഒരാൾ കൂടെ പറഞ്ഞേ, നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ കേൾക്കട്ടെ. ഓക്കെ, അപ്പോൾ സ്റ്റീഫൻ അങ്കിൾ പറയുന്നു അത് സിംബോളിക് ആണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ശരീരത്തെ ഒരു മരക്കുരിശെടുത്ത് അതിനകത്തേക്ക് ആണി അറച്ച് കയറ്റിയോ കെട്ടിവെച്ചോ നമുക്കതിനകത്ത് അജീവനാന്തം തൂങ്ങിക്കിടക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പറയാൻ പറ്റില്ല ഇപ്പം ഞാൻ കുരിശിലാണ്, ഇപ്പം ജീവിക്കുന്നത് ക്രിസ്തുവാണെന്ന് പറയാൻ പറ്റില്ല. അതിനകത്തൊരു ആത്മീക മർമ്മമുണ്ട്, ഒരു ആത്മീക സത്യമുണ്ട്. അത് ശരിക്കും പ്രതീകാത്മകമാണ് എന്ന് അറിയാം. ഇനി ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം ഇത് പ്രതീകാത്മകമാണ് എങ്കിൽ ആദമിൻ്റെ മരണം ആക്ച്വലി ഫിസിക്കലി സംഭവിച്ചതിനെ കുറിച്ചാണോ, പ്രതീകാത്മകമായ ഒരു കാര്യത്തെക്കുറിച്ചാണോ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയും ആദവന്റെ ആത്മീയമായി അവൻ മരിച്ചു എന്നല്ലേ അർത്ഥം. ആത്മീയമായി അവൻ മരിച്ചു, കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഫിസിക്കലി മരിച്ചു എന്നല്ല, അവന്റെ ആത്മീയത നഷ്ടപ്പെട്ടു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഫിസിക്കൽ ഡെത്തിനെ കുറിച്ചിട്ടല്ല അവിടെ പറയുന്നത്. അവൻ്റെ ശരീരം അതോടുകൂടെ നശിച്ചു പോയതിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. അത് ആത്മീകമായ ഒരു കാര്യമാണ്, ഫിസിക്കലി നടന്നൊരു കാര്യമല്ല. അപ്പോൾ അതും സിംബോളിക്കാണ്. സോ അത് സ്പിരിച്വലിയാണ്. സോ രണ്ട് കാര്യവും സിംബോളിക്കാണ് അല്ലെങ്കിൽ സ്പിരിച്വലാണ്. നിങ്ങൾ സമ്മതിച്ചു. എൻ്റെ മരണവും ആഡമിൻ്റെ മരണവും സ്പിരിച്വൽ ആണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ജീസസ് ക്രൈസ്റ്റിൻ്റെ മരണം. അപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ഇപ്പം നിങ്ങളോട് ആൻസർ ചോദിക്കുന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. ഒരുപക്ഷെ നിങ്ങൾക്കിത് റിജക്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളും പരിശുദ്ധാത്മാവിൻ്റെയും ആ ഒരു യൂണിറ്റിയിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ലയനത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ റിജക്റ്റ് ചെയ്യണോ എന്ന് വേണ്ട, അതൊക്കെ നിങ്ങൾ
ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സ്വീകരിക്കുക. ഞാൻ എന്നോട് കർത്താവ് പറഞ്ഞു തന്ന ആ റെവലേഷനെ ബേസ് ചെയ്ത് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഓക്കെ, യേശു കർത്താവ് വന്ന കാലഘട്ടത്തിൽ യഹൂദ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അടിമത്വത്തിലാണ്. ആരുടെ അടിമത്വത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദ മതവക്താക്കളുടെ അടിമത്വത്തിലാണ്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യണം, ശരിക്കും ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ ആ കാലഘട്ടത്തിലേക്ക് നിങ്ങളൊന്ന് പോകണം, ആത്മാവിൽ സ്പിരിറ്റിൽ നിങ്ങൾ ആ കാലഘട്ടത്തിലേക്കൊന്ന് സഞ്ചരിക്കണം. യേശു കർത്താവ് വന്ന കാലഘട്ടം ജെറുസലേം ദേവാലയം, യാഗങ്ങൾ, ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ എല്ലാം നിറഞ്ഞു നിന്ന ഒരു ജനസാന്ദ്രമായ ഒരു വലിയൊരു മലയുടെ മുകളിലുള്ള ആ ജെറുസലേമും ആ യഹൂദ പട്ടണവും അതിൻ്റെ താഴ്വരയിൽ വസിക്കുന്ന ആൾക്കാർ, ഇതാണ് ആ ജെറുസലേം എന്ന് പറയുന്ന ആ സ്ഥലം. നിങ്ങളുടെ സ്പിരിറ്റിൽ നിങ്ങൾ അവിടെ ഓട്ടൊന്ന് യാത്ര ചെയ്യുക. എന്നിട്ട് ആ മതവ്യവസ്ഥയെ നിങ്ങളൊന്ന് മനസ്സിൽ കാണും. അന്നത്തെ മതവ്യവസ്ഥ പറയുന്നത് ഇങ്ങനെയാണ്: മതത്തിനകത്തുള്ള കൽപ്പനകൾ, അത് ദൈവം നൽകിയ കൽപ്പനകളുമുണ്ട്, മതവക്താക്കൾ തന്നെ ഉരുത്തിരിച്ചുണ്ടാക്കി അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത കൽപ്പനകളുമുണ്ട്. അത് ജീസസ് ക്രൈസ്റ്റ് അവർക്കെതിരെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാനുഷികമായ കൽപ്പനകളെ ജനങ്ങളുടെ ഇടയിലേക്ക് നിഷ്കർഷിച്ചിട്ട് അവർക്ക് പീഡനങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജീസസ് പറയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ മതവക്താക്കൾ ഉണ്ടാക്കിയെടുത്ത നിയമാവലികളുമുണ്ട്, ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുന്ന നിയമാവലികളുമുണ്ട്. ഇതിനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മതവ്യവസ്ഥയാണ് അന്ന് നിലനിന്നിരുന്നത്. സോ ഈ മതവ്യവസ്ഥയ്ക്കകത്ത് ചില കൽപ്പനകളെ ലംഘിച്ചു കഴിഞ്ഞാൽ അവരെ ആ ജെറുസലേം പ്രാന്തപ്രദേശത്തിൽ നിന്ന്, ആ യഹൂദ ദേശത്തിൽ നിന്ന് അവരെ പുറത്താക്കും. ഒരു അന്യ പുരുഷനെയോ സ്ത്രീയോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, അന്യദേവനെ ആരാധിച്ചു കഴിഞ്ഞാൽ നേരെ ശമരിയിലേക്ക് നാട് കടത്തും. ചില കൽപ്പനകൾ ലംഘിച്ചു കഴിഞ്ഞാൽ അവരെ ബഥാനിയയിലേക്ക്, നസറേത്തിലേക്ക് നാട് കടത്തും. അപ്പോൾ ഈ യഹൂദ ദേശം, അതായത് ജെറുസലേം പള്ളി ഇരിക്കുന്ന ആ ചുറ്റുപാടിൻ്റെ അകത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ മതം പറയുന്ന കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ച് അച്ചട്ട് അതുപോലെ ജീവിക്കാനായിട്ട് ഉള്ള വ്യക്തികളെ മാത്രമേ ആ ഒരു ഇതിനകത്തേക്ക്, ആ ഒരു സർക്കിളിനകത്ത് അവർ താമസിപ്പിക്കത്തുള്ളൂ. അപ്പം സർട്ടൻ ആൾക്കാരെ ശമരിയിലേക്ക്, സർട്ടൻ ആൾക്കാരെ ബഥാനിയയിലേക്ക്, സർട്ടൻ ആൾക്കാരെ നസ്രയത്തിലേക്ക്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അവർ ചെയ്യുന്ന കുഴപ്പങ്ങളെ വെച്ചിട്ട്, ലംഘനങ്ങളെ വെച്ചിട്ട് മാറ്റി 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 ആൾക്കാരെ താമസിപ്പിക്കും, നാട് കടത്തും. ഊരുവിലക്കെന്നൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. ഇതുപോലെ അവർ ഊരുവിലക്ക് കൽപ്പിച്ചിട്ട് അവരെ പല സ്ഥലങ്ങളിലാക്കും. അതുകൊണ്ടാണ് നഥനയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഫിലിപ്പോസുമായിട്ട് സംസാരിക്കുമ്പോൾ നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നൊക്കെ ചോദിക്കാൻ കാരണം. ഞാൻ പറഞ്ഞു വന്നത്, കൽപ്പനകളുടെ ലംഘനം, മോശയും മതവും ഉണ്ടാക്കിയെടുത്ത കൽപ്പനകളുടെ ലംഘനത്തിനകത്ത് ഊരുവിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു ഘട്ടമുണ്ട്. കുറച്ചുകൂടെ വലിയ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ, വ്യഭിചാരം പോലെയുള്ള തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമ്പ്രദായമുണ്ട്, ക്രൂശിൽ തറച്ച് കൊല്ലുന്ന സമ്പ്രദായമുണ്ട്. ആ ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന മലയുടെ ഒരു സൈഡ് വലിയ ഗർത്തമാണ്. ആ ഗർത്തത്തിലേക്ക് കാടുപോലെ കിടക്കുന്ന വന്യമൃഗങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയ ഗർത്തമുണ്ട്, അതിനകത്തേക്ക് തള്ളിയിടും. അങ്ങനെ ജീസസിനെയും ആ ദേവാലയത്തിൻ്റെ അടുത്ത് നിന്ന് തള്ളിയിട്ട് കൊല്ലുവാനായിട്ട് അവർ ശ്രമിച്ചുവെന്ന് ബൈബിൾ പറയുന്നുണ്ട്. സോ കൽപ്പനകൾ ലംഘിക്കുന്നവരെ, ദൈവദൂഷണം പറയുന്നവരെ അവർ ഈ വാലിക്കകത്തേക്ക്, ഈ ഗർത്തത്തിനകത്തേക്ക് തള്ളിയിട്ട് കൊല്ലാറുണ്ട്. സോ കല്ലെറിഞ്ഞ് കൊല്ലും, ക്രൂശിൽ തറച്ചു കൊല്ലും, ഇതുപോലെ വാലിയിലേക്ക് തള്ളിയിട്ട് കൊല്ലും. ഇങ്ങനെ പലതരത്തിൽ കൽപ്പനകളുടെ പ്രമാണങ്ങളുടെ ലംഘനം നടത്തുന്നവരെ അവർ കൊല്ലുമായിരുന്നു. അപ്പം അത് മറ്റൊരു തരത്തിലുള്ള ശിക്ഷ. സോ ഇത്തരത്തിൽ മതം ജനങ്ങളെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീസസ് വരുന്നത്. നിങ്ങൾക്കത് ഊഹിക്കാമല്ലോ. പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിരുന്നത് എങ്ങനെയാണെന്നുള്ളത് പല സിനിമകളിലൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ നീചമായ രീതിയിലായിരുന്നു പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും മതവക്താക്കളും ഈ ജനങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. അപ്പം അക്ഷരാർത്ഥത്തിൽ യഹൂദ ദേശത്തെ ജനങ്ങൾ, ഇസ്രായേൽ ജനങ്ങൾ ഈ മത നേതാക്കന്മാരുടെ അടിയിൽ, അടിമത്വത്തിനകത്ത് ജീവിക്കാൻ, ആസ്വദിച്ച് ജീവിക്കാൻ പറ്റാതെ വീർപ്പ് മുട്ടി കഴിയുന്ന സമയത്താണ് ജീസസ് വരുന്നത്.
ഇതേ അവസ്ഥ അവർക്ക് പണ്ടുണ്ടായിരുന്നു. എവിടെ? ഈജിപ്തിൽ. ഈജിപ്തിൻ്റെ അടിമയായിട്ട് ഫറവോ അവരെ അടിമയാക്കി വെച്ചിരുന്ന ഒരു ലൈഫിനകത്തുനിന്ന് ദൈവം മോശ വഴി അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താണ് ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അവരെ സ്വതന്ത്ര പൗരനായിട്ട് ഈ ദേശത്ത് ജീവിക്കാനായിട്ടുള്ള ഫ്രീഡം കൊടുത്തത് ദൈവമാണ്. പക്ഷെ ആ ജനങ്ങളെ ഇപ്പോൾ വീണ്ടും അടിമത്വത്തിൽ വെച്ചിരിക്കുന്നത് അന്യദേശക്കാരല്ല, മറ്റുള്ള മതസ്ഥരല്ല, സ്വന്തം ജനങ്ങൾ തന്നെ ഒരു മതമുണ്ടാക്കി അതിനകത്ത് കുറച്ച് തലപ്പത്ത് കുറേ മതവക്താക്കൾ ഇരുന്നു കൊണ്ട് ഈ ജനങ്ങളെ പീഡിപ്പിച്ച് കൊല്ലുകയും ജീവിക്കാൻ അനുവദിക്കാതെ അവരെ അടിമത്വത്തിൽ വെച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ വിമോചനത്തിന് വേണ്ടിയിട്ടാണ് ജീസസ് ക്രൈസ്റ്റ് വരുന്നത്. ഈ പിക്ചർ നിങ്ങൾ കാണാം. അപ്പൊ ജീസസിന്റെ ഏറ്റവും വലിയ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഈ പീഡനം അനുഭവിക്കുന്ന, ഈ പോക്കറ്റുകളിൽ ജീവിക്കുന്ന, എവിടെ? ശമരിയയിലും യഹൂദിയയിലും അതുപോലെ ബഥാനിയയിലും നസ്രയത്തിലും ഒക്കെ ജീവിക്കുന്ന ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ വിടുതലാണ് ജീസസിന്റെ വരവിന്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ, എന്തിനാ ഈ ജനങ്ങൾ ഇവിടെയൊക്കെ താമസിക്കുന്നത്? അവർ ചെയ്ത തെറ്റ്, പാപം, മതം പറയുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് പാപി എന്ന് മുദ്ര കുത്തിയിട്ടാണ് ഇവരെ ഈ പോക്കറ്റുകളിൽ താമസിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, റിലേറ്റ് ചെയ്തേ. ഇന്ത്യൻ ഭരണകൂടത്തിനകത്ത്, ഇന്ത്യൻ പീനൽ കോഡിനകത്ത് കുറേ നിയമങ്ങളുണ്ട്. മോഷ്ടിക്കാൻ പാടില്ല, കൊല ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ നിയമങ്ങളുണ്ട്. ഒരാളെ പബ്ലിക്കായിട്ട് കൊല്ലുകയോ ഒരാളുടെ സാധനം മോഷ്ടിക്കുകയോ ചെയ്യുന്നത് നിയമവ്യവസ്ഥ അത് കണ്ട് സാക്ഷ്യപ്പെടുത്തി അതിനുള്ള ശിക്ഷാ നടപടി കൊടുക്കുമ്പോൾ അവരെ എങ്ങോട്ടയക്കും? ജയിലിലേക്ക് അയക്കും. റൈറ്റ്? നമ്മുടെ നാട്ടിൽ ഇന്നുള്ള നിയമവ്യവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പരസ്യമായി മോഷണം നടത്തുകയോ പരസ്യമായി ഒരു വ്യക്തിയെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ എവിടെയാ? ജയിലിലാണ്. ഇതുപോലെ തന്നെയാണ് അന്ന് യഹൂദ മതവക്താക്കൾ ഈ കൽപ്പനകളുടെ ലംഘനത്തിന് വേണ്ടി അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശമരിയയിലും യഹൂദിയയിലും ഈ നസ്രയത്തിലും ഒക്കെ ആൾക്കാരെ ഊരുകടത്തി അവിടെ പാർപ്പിക്കാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തികളുമായിട്ട് യഹൂദന്മാർക്ക് സംസർഗം ഇല്ല. ഈ ജനങ്ങളെയാണ് ദുഷ്ടന്മാർ, പാപികളെന്ന് മുദ്രണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നിയമലംഘനം നടത്തിയ ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? കുറ്റക്കാർ, അല്ലേ? ക്രിമിനൽസ്. റൈറ്റ്? സോ ഇതുപോലെ ഈ മതത്തിൻ്റെ അകത്തുള്ള ലംഘനങ്ങൾ നടത്തുന്ന വ്യക്തികളെ, നിയമം ലംഘിക്കുന്ന വ്യക്തികൾക്ക് ഇട്ടുകൊടുത്ത ടൈറ്റിലാണ്, ലേബലാണ് സിന്നേഴ്സ്, പാപികൾ. അപ്പൊ ജീസസിന്റെ മിനിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ജീസസ് സമയം ചെലവഴിച്ചത് എവിടെയാണ്? നസ്രയത്തില്, ബഥാനിയയില്, ഇങ്ങനെ ഈ പോക്കറ്റുകളിൽ, ശമരിയയിൽ ഈ പറഞ്ഞിരിക്കുന്ന ലേബൽ ചെയ്ത വ്യക്തികൾ ജീവിക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് ജീസസ് ക്രൈസ്റ്റ് മിനിസ്ട്രി ചെയ്യുന്നത്. എന്തിനാ? ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ പാപങ്ങളെയെല്ലാം ജീസസ് തന്നിലിട്ടിട്ട് ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും. ജീസസിന്റെ മിനിസ്ട്രി നിങ്ങൾ നോക്കി അറിയാം. ഒരു പക്ഷപാതക്കാരനെ എല്ലാവരും കൂടെ കെട്ടി അവൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ട് ഇറക്കുമ്പോൾ ആ പക്ഷപാതക്കാരനെ കുറിച്ച് പറയുകയാണ്, ഇവൻ ഈ പക്ഷപാതം വരാൻ കാരണം ഇവൻ ചെയ്ത പാപമാണ്. അതുകൊണ്ട് ജീസസിന് ഒരിക്കലും ഈ വ്യക്തിയെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല. കാരണം ഇവൻ്റെ പാപങ്ങൾ നിമിത്തമാണ് ഇവൻ ഈ പക്ഷപാതത്തിന് അടിമയായത്. അപ്പൊ ജീസസ് അവനെ സൗഖ്യമാക്കുകയല്ല ചെയ്തത്. അവിടെ കൂടി നിൽക്കുന്ന യഹൂദ പ്രമാണിമാർ കാണുകയും ജീസസ് ചെയ്തത്, എടാ മോനെ, നീ പാപം ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ആയതല്ലേ? ആഹാ, കൊള്ളാലോ, ശരി, ഞാൻ നിന്റെ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു, എണീറ്റ് പോകും. അപ്പൊ യഹൂദ പ്രമാണിമാർ എന്ത് ചെയ്യണം? നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് സുജിത് ബ്രജ് എന്ന് പറയാണ്, ടാ, നിന്റെ കുറ്റങ്ങളെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്തു, നീ വീട്ടിൽ പോകോ. പിറ്റേ ദിവസം പോലീസ് അന്വേഷിച്ച് ആരെടുത്തില്ല. സോ ഒരിക്കലും ഇന്ത്യൻ ഗവൺമെന്റ് കുറ്റവാളി എന്ന് പറഞ്ഞ് ലേബൽ ചെയ്ത് ശിക്ഷയ്ക്ക് വിധിച്ച് പ്രസന്റിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് പോയിട്ട് നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തന്നു, നീ പിന്നെ കുറ്റവിമുക്തനാണ്, വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞ് എനിക്ക് അവരെ ഫ്രീ ചെയ്ത് വിടാൻ പറ്റില്ല. സെയിം വേ ഇത്തരത്തിൽ ഈ പോക്കറ്റുകളിലെല്ലാം താമസിക്കുന്ന ജനങ്ങൾ, മതവക്താക്കൾ സർട്ടിഫൈ ചെയ്തതാണ് ഇവൻ ഇന്ന കുറ്റം ചെയ്തുകൊണ്ട് ഇവൻ പാപിയാ, അതുകൊണ്ട് ഇവൻ ഈ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷമേ അവന് ജെറുസലേം ദേവാലയത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിനകത്ത് പാർട്ടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവരെ ഔട്ട്കാസ്റ്റ് ചെയ്ത വ്യക്തികളാണ്. ഒരിക്കലും അവരെ ജീസസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പോയി,
എടാ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ല. പറ്റുമോ? പക്ഷെ ജീസസ് ആ കാര്യത്തെ ഏറ്റെടുക്കുക, ആ റെസ്പോൺസിബിലിറ്റി, ആ ഉത്തരവാദിത്വത്തെ, ആ റിസ്കിനെ ഏറ്റെടുത്തിട്ട്, എടാ പക്ഷപാതക്കാരാ, നിന്റെ പാവങ്ങൾ എന്തെല്ലാം ഞാൻ ഇങ്ങോട്ട് എന്നിലിട്ടോ, നീ ഫ്രീ. സോ ഈ രീതിയിലാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ പ്രവർത്തനം. ആ പാപിനിയായ സ്ത്രീ ഉണ്ടല്ലോ, രക്തസ്രാവം, ആ രക്തസ്രാവമുള്ള സ്ത്രീയെ ആരും തൊടാൻ പാടില്ലെന്ന യഹൂദന്റെ പ്രമാണം. തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ വശുദ്ധനാണ്. ജീസസ് ക്രൈസ്റ്റ് തൊടാൻ പാകത്തിന് അവൻ്റെ അടുത്ത് പോയി നിന്നു കൊടുത്തു. കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോകാൻ പാടില്ല, യേശു കർത്താവ് കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോയി. സോ ഇങ്ങനെ മതം ഔട്ട്കാസ്റ്റ് ചെയ്ത വ്യക്തികളുടെ അടുത്ത് പോയി അവരുടെ തെറ്റിനെ യേശു കർത്താവ് ഏറ്റെടുത്തിട്ട് അവരെ ഫ്രീ ആക്കി വിടുക ലൈഫിനകത്തേക്ക്. നീ സ്വാതന്ത്ര്യത്തോടു കൂടെ ജീവിക്കുക. നിന്നെ പുരോഹിതനും മഹാപുരോഹിതനും വന്ന് ഇനി നിന്നെ തൊടത്തില്ല. നീ ഫ്രീഡത്തോടു കൂടെ ജീവിച്ചോ. ആ കാര്യത്തെ, ആ റെസ്പോൺസിബിലിറ്റിയെ, അതിൻ്റെ ഉത്തരവാദിത്തത്തെ ഞാൻ ഏറ്റെടുക്കാം. ഇതാണ് ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നുള്ളത് കൊണ്ട് ജീസസിനെ അഭിസംബോധന ചെയ്യുന്നു. അല്ലാതെ ലോകത്തിൻ്റെ ആൾക്കാരെ മുഴുവൻ പാപത്തെ എടുത്ത് തലയിൽ വെച്ചെന്നല്ല എൻ്റെ അർത്ഥം. ഇങ്ങനെ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ ലേബൽ ചെയ്തിരിക്കുന്ന പാപത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തോളാം, അവർ ഫ്രീ ആയിട്ട് ജീവിക്കട്ടെ എന്ന് അവർക്കും ഈ മതം പറയുന്ന ദൈവത്തിനും മധ്യ നിന്നുകൊണ്ട്, മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഈ ജനങ്ങളെ വിമോചിക്കുന്ന ഒരു രക്ഷകനായി ജീസസ് ക്രൈസ്റ്റ് മാറുകയാണ്. അപ്പം മതവക്താക്കൾ വെറുതെ വിടുമോ? അപ്പോൾ ആ മതവക്താക്കൾ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഡൂസ് ആൻഡ് ഡോൺസ്, നന്മയും തിന്മയും, അതിൻ്റെ ഫലം ആര് കഴിക്കുക? ഇപ്പോൾ ആദം കഴിച്ചതുപോലെ ജീസസ് കഴിക്കുകയാണ്. നന്മയുടെയും തിന്മയുടെയും ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ അറിവിൻ്റെ ആ വൃക്ഷഫലം ആഡം കഴിച്ച് അവൻ സ്പിരിച്വലി ഡെഡായതുപോലെ, അത് സിംബോളിക് എന്ന് നിങ്ങൾ പറഞ്ഞുവെങ്കിൽ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ജീസസും ചെയ്യുന്നത്. ഈ മതവക്താക്കൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡൂസ് ആൻഡ് ഡോൺസിനെ അദ്ദേഹം എടുത്ത് തന്നിൽ അങ്ങിട്ടു. എന്നിട്ട് പറയാം, നിങ്ങൾ ഫ്രീ. യഹൂദ ദേശത്തുള്ള വ്യക്തികൾ ഫ്രീ, ശമരിയ ദേശത്തുള്ള വ്യക്തികൾ ഫ്രീ. ആ സ്ത്രീ ചെന്ന് ആ പട്ടണത്തെ മൊത്തം ഇളക്കിക്കൊണ്ടുവന്നു എന്ന് പറയുന്നതിൻ്റെ ആത്മീയ അർത്ഥം ഇതാ. ആ ദേശത്തെ ജനങ്ങളെ മുഴുവൻ ലേബൽ ചെയ്തിരിക്കുന്ന സിന്നേഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ലേബൽ ജീസസ് എടുത്ത് തന്നിലിട്ടിട്ട് ആ ദേശക്കാരെ മുഴുവൻ ഫ്രീ ആക്കി. ഇങ്ങനെ ഓരോ പോക്കറ്റിലും മതവക്താക്കൾ ലേബൽ ചെയ്യപ്പെട്ട പാപികളെയെല്ലാം ഫ്രീ ആക്കിയിട്ട് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഈ നന്മയുടെയും തിന്മയുടെയും ആ കാര്യത്തെ തന്നിൽ കർത്താവ് വഹിക്കുകയാണ്. സോ മരണം എന്നത്, ക്രൂശീകരണം എന്നത് ഇവിടെയും സിംബോളിക്കാണ്, ഫിസിക്കലി നടന്നൊരു സംഭവമല്ല. സോ ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുക, കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആകത്തില്ല. ഒരു പക്ഷേ ആദ്യത്തെ കല്ലെറിയുന്നത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം അവിടെ നിർത്തട്ടെ. ഇനി ഞാൻ കുറച്ച് റെഫറൻസ് തരാം. ആ റെഫറൻസ് ഒന്ന് വായിച്ചിട്ട് ഞാൻ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ നിർത്തുകയാണ്. ഞാനതുകൊണ്ട് കൂടുതൽ ക്രൂശീകരണത്തിലേക്കും പീഡാനുഭവങ്ങളിലേക്കും മരണത്തിലേക്കും അടക്കത്തിലേക്കൊന്നും പോകുന്നില്ല. ആ പോർഷനെല്ലാം ഇത് നിങ്ങൾക്ക് ഗ്രഹിച്ചെങ്കിൽ മാത്രമേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സോ ഇതിൻ്റെ വ്യക്തത നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് ആയിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. ഓക്കെ, ഇനി വായിക്കേണ്ട പോർഷൻസിലാണ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6 മുതൽ നിങ്ങൾ വായിക്കണം. അത് വായിച്ചു കഴിഞ്ഞ ഉടൻ ഗലാത്യർ ലേഖനം 2-ാം അധ്യായം 16 മുതൽ നിങ്ങൾ വായിക്കണം. ഇത് രണ്ടും ചേർത്ത് വെച്ച് വായിക്കണം. റോമർ 5-ന്റെ 6 മുതലും ഗലാത്യർ 2-ന്റെ 16 മുതലും നിങ്ങൾ വായിക്കണം. ഇത് രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരുമിച്ച് വായിക്കാൻ പറയും. അത് കഴിഞ്ഞ് റോമാലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കണം. അത് കഴിഞ്ഞ് ഗലാത്യർ ലേഖനം 5-ാം അധ്യായം 24 മുതൽ വായിക്കണം. സോ ഇവിടെയെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരു ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് പ്രതിപാദിച്ചിട്ട് ഞാൻ ഇന്നത്തെ സെക്ഷൻ നടത്തുക. സോ ഇത്രയും ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിന്ന് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. റോമർ 5-ഉം റോമർ 6-ഉം ഗലാത്യർ 2-ഉം ഗലാത്യർ 3-ലും 5-ലും ഒക്കെ എഴുതിയിരിക്കുന്ന കാര്യത്തിനകത്തുള്ള ആ ഒരു അതിൻ്റെ അകത്തുള്ള ക്രക്സ് ആയിട്ടുള്ള കാര്യം ഇതാണ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ക്രൂശീകരണത്തോടും ക്രൂശ് മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും നിങ്ങൾ ഏകീഭവിക്കണം. ഒന്നുകൂടെ,
ജീസസിൻ്റെ പീഠാനുഭവത്തോടും ജീസസിൻ്റെ ക്രൂശുമരണത്തോടും ജീസസിൻ്റെ അടക്കത്തോടും ജീസസിൻ്റെ ഉയർപ്പിനോടും നിങ്ങൾ താതാത്മ്യം പ്രാപിക്കണം എന്നുള്ളതാണ് ഈ പോർഷനകത്തുള്ള മർമ്മം. എങ്ങനെ? സുജിത് ബ്രദർ പറഞ്ഞതുപോലെ ഒരു കുരിശ് കൊണ്ട് തരട്ടെ, കയറുമോ? ആണി ഞാൻ അടിക്കാൻ റെഡിയാണ്. എത്ര ആണി വേണമെങ്കിലും ഞാൻ വന്ന് അടിച്ചു തരാം. ക്രൂശിൽ കയറാൻ റെഡിയാണോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. എന്തിനു വേണ്ടി എന്നുള്ളത് കൂടെ പ്രാധാന്യമുണ്ട്. എന്തിനു വേണ്ടിയാ? യേശുവിൻ്റെ ക്രൂശീകരണവുമായി താതാത്മ്യം പ്രാപിക്കണം, യേശുവിൻ്റെ മരണവുമായി താതാത്മ്യം പ്രാപിക്കണം, യേശുവിൻ്റെ അടക്കവുമായി താതാത്മ്യം പ്രാപിക്കണം, യേശുവിൻ്റെ ഉയർപ്പുമായും താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് കുരിശിൽ കയറേണ്ടത്. ആർ യു റെഡി? കുരിശും കൊണ്ട് വരട്ടെ. എന്തായാലും ഈ ദുഃഖ വെള്ളിയാഴ്ച എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ഒരു ലോറിയിൽ ഒരു സാധനമൊക്കെ റെഡിയാക്കി അങ്ങോട്ട് വേണമെങ്കിൽ വരാം. ഇന്ന് നമ്മുടെ ദേശസ്വന്ത കുഞ്ഞുങ്ങളും വിവേകമൊക്കെ കൂടെ നമ്മളിവിടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്തൊരു കുരിശുമലയാണ്. ആ കുരിശുമലയിൽ ചുമ്മാ ഒരു ഈവനിങ് വാക്കൊക്കെ നടത്താൻ വേണ്ടി പോയിട്ടുണ്ട്. അവിടെ ജീസസ് ഒന്നുമില്ല, അവിടെ ഒരു കുരിശൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ആ കുരിശ് ഞാൻ വേണമെങ്കിൽ അത് ആർസി മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു കുരിശാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ കുരിശുമലയിലുള്ള കുരിശിൻ്റെ അകത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോയി തറയ്ക്കാം. ആർക്കും താല്പര്യമില്ലേ? അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച അടുത്ത കാര്യം ഇതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിൽ നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യം മേടിച്ചു തന്ന നമ്മുടെ രാഷ്ട്രപിതാവെന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി, അദ്ദേഹം മരണപ്പെട്ടത് ഒരു വ്യക്തി അദ്ദേഹത്തിനെ വന്ന് ഷൂട്ട് ചെയ്തിട്ടാണ്. അപ്പം മഹാത്മാഗാന്ധിയുടെ മരണത്തോട് ഏകീഭവിക്കുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെയും ആരെങ്കിലും എന്ത് ചെയ്യണം? ഷൂട്ട് ചെയ്യണം. സോ ഇതുപോലെ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട്, ക്രൂശീകരണത്തോട്, അടക്കത്തോട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അങ്ങനെ സംഭവിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, ഫിസിക്കലി അങ്ങനെ നടക്കാനായിട്ടല്ല വചനം എഴുതിയിരിക്കുന്നത്. അത് മറ്റൊന്നെന്നിൽ നടക്കാനായിട്ടാണ്, അത് സിംബോളിക്കാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ സിംബോളിക്കാണെന്നുണ്ടെങ്കിൽ സിംബോളിക്കായിരിക്കണം യേശുവിൻ്റെയും മരണം, യേശുവിൻ്റെയും ക്രൂശീകരണം, യേശുവിൻ്റെയും അടക്കം, യേശുവിൻ്റെയും ഉയർപ്പ് സിംബോളിക്കാകണം. എന്നാലേ അതിനകത്തോട്ട് എനിക്ക് ഏകീഭവിക്കാൻ പറ്റത്തുള്ളൂ. മഹാത്മാഗാന്ധിയുടെ മരണത്തോട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എന്നെയും ആരെങ്കിലും ഷൂട്ട് ചെയ്താലേ ഏകീഭവിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത് ഫിസിക്കലി നടന്നൊരു സംഭവമാണ്, ഒരു ഇൻസിഡൻ്റ് ആണ്. ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്നെയും ആരെങ്കിലും ഷൂട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഏകീകരണം അവിടെ സംഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റോമാലേഖനം പറയുന്ന, ഗലാത്യർ ലേഖനം പറയുന്ന, സുവിശേഷങ്ങൾ മുഴുവൻ പ്രതിപാദിക്കുന്ന മനോജന്മ ഭക്തിയുടെ ക്രൂശീകരണവും മരണവും അടക്കവും പുനരുത്ഥാനവും ഫിസിക്കലി നടക്കേണ്ടതാണോ, സിംബോളിക്കായിട്ട് എന്നിൽ വരേണ്ട പരിവർത്തനമാണോ? അത് തന്നെയാണ് ജീസസിൽ നടന്നതെന്ന് ചുരുക്കം. അപ്പൊ അച്ഛൻ പറയുന്നത് അന്ന് 2024 വർഷം മുമ്പ് ഇങ്ങനെ ഒരു കുരിശുമരണം നടന്നിട്ടില്ല എന്നാണോ പറയുന്നത്? എന്ന് ഞാനിപ്പോൾ എൻ്റെ വാഗൊണ്ട് പറയുന്നില്ല, നിങ്ങൾ ഗ്രഹിക്കുക. എന്നിട്ട് ഞാൻ പറയാം. നിങ്ങൾ ഇന്ന് മുതൽ വീണ്ടും ബൈബിൾ വായിക്കുക, പരിശുദ്ധാത്മാവിനോടൊപ്പം ഇരുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മതം നിങ്ങളെ ഇത്രയും നാൾ പറ്റിച്ചു കൊണ്ടിരുന്ന കള്ളക്കഥകളെ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് സത്യത്തിനകത്തേക്ക് നിങ്ങളൊന്ന് കയറി വാ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിനകത്തേക്ക് ആ ഒരു സത്യത്തെ മനസ്സിലാക്കി കയറി വാ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിവർത്തനങ്ങൾക്ക് പ്ലാറ്റ്ഫോം സെറ്റാവും. ആ പരിവർത്തനത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് കർത്താവിൽ സംഭവിച്ചു, പൗലോസിൽ സംഭവിച്ചു, അപ്പോസ്തലന്മാരിൽ ഏറെക്കുറെയൊക്കെ സംഭവിച്ചു. എന്നിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്കും അത് പറ്റും. അതാണ് കർത്താവ് അതിലൂടെ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഷാൻഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയോ, സ്റ്റീവൻ അങ്കിൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയോ, ജെസ്സി എന്ന് പറയുന്ന ഒരു വ്യക്തിയോ, സുജിത് ബ്രോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് കുരിശിൽ തറ ചാണി അടിച്ച് കിരീടവും വെച്ച് കുന്തവും കൊണ്ട് കുത്തി അങ്ങനെ കൊല്ലാനായിട്ടല്ല. കർത്താവിൽ സംഭവിച്ചത് മറ്റൊരു തലമാണ്. സോ ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇടുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും പാഷൻ വീക്കാണ്. നിങ്ങൾക്ക് ബൈബിളുമായിട്ട് ഇരുന്ന് ധ്യാനിക്കാനായിട്ടുള്ള ഇഷ്ടംപോലെ സമയമുണ്ട്. ധൈര്യമായിട്ട് കർത്താവിൻ്റെ ആത്മാവ്, നിങ്ങൾക്ക് എല്ലാവർക്കും അഭിഷേകം കിട്ടിയ വ്യക്തികളുമാണ്. എല്ലാവരുടെ ഉള്ളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധിവാസമുണ്ട്, അഭിഷേകത്തിൻ്റെ ശക്തിയുണ്ട്. ആ ബൈബിളുമായിട്ട് അങ്ങ് കയറിയിരിക്കുക.
ഇതുവരെ കേട്ട സാധനങ്ങളെല്ലാം, ചവറുകളെല്ലാം കൊണ്ട് ബേസ്മെൻറ്റിലിട്ട് കത്തിക്കുക. എന്നിട്ട് ഫ്രഷായിട്ട് പരിശുദ്ധാത്മാവിൽ നിന്ന് മനസ്സിലാക്കി ഗ്രഹിക്കാനായിട്ടുള്ളൊരു ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് ബൈബിളുമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളെ വ്യക്തമാക്കി തരും. അത് സ്വീകരിച്ചിട്ട് അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം.